ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ക്രീം ചീസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ക്രീം ചീസ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസായിട്ട് ഞാൻ റസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം നമുക്കൊരു കോഫി സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നല്ല തിളച്ച 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇതിലാണ് നമുക്ക് നമ്മളെ റസ്ക് ഡിപ്പ് ചെയ്തിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഒന്ന് തയ്യാറാക്കി വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലിന് പനീർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പനീർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് തിളക്കാൻ വെക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് നല്ലോണം പൊന്തി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കുക. ഇപ്പോൾ പാല് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കുക. അതൊന്ന് പൊന്തി വരട്ടെ. അപ്പോൾ ഇതങ്ങനെ തിളച്ച് പൊന്തി വരാനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലെമൻ്റെ ജ്യൂസ് ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാൽ ഇങ്ങനെ പിരിഞ്ഞിട്ട് വരണം. അപ്പോൾ നമുക്ക് പനീർ ഇതിന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ അത് വരുന്ന വരെ നമുക്ക് കുറേശ്ശെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഇതിന് പനീർ കിട്ടുന്ന വരെ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ പാലൊക്കെ നല്ല പിരിഞ്ഞ് പനീറൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഒഴിക്കുക. അപ്പോൾ അതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ടാപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സോർ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അധികം പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം ഫുള്ളും കംപ്ലീറ്റ് പോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ് അരിപ്പേ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ബാക്കി വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 1/3 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല ക്രീമി ആക്കിയിട്ട് ഇത് എടുക്കണം. അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂണ് നമ്മൾ പനീർ ഉണ്ടാക്കിയ സമയത്ത് ഉള്ള വെള്ളമല്ലേ അത് 2-3 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ എടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ക്രീമി ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു തണുപ്പുള്ള ബൗളിലോട്ട് ഞാൻ 250 ml വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് പൊടിച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടിയിട്ട് സോഫ്റ്റ് പീക്കാണ് വരെ നമുക്കിത് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീം നല്ലോണം വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അധികം ടൈറ്റാക്കിയിട്ട് ഉണ്ടാക്കരുത്. കുറച്ചൊരു ലൂസ് വേണം. എന്നാലേ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. കംപ്ലീറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട് ലോ സ്പീഡിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ റസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രിട്ടാനിയൻ്റെ മിൽക്ക് റസ്ക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫീൻ്റെ മിക്സ് ഇല്ലേ അതൊന്ന് നല്ലോണം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഓരോ റസ്ക് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ട്രേയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് കോഫീൻ്റെ ഈ വാട്ടർ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ട്രേയിൽ നിങ്ങൾ റസ്ക് വെക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് തന്നെ വെച്ചെടുക്കുക. ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് റസ്കിൻ്റെ മുകളിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ പകുതി ആദ്യം ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ക്രീം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരേ ലെവലിൽ എല്ലായിടത്തും ക്രീം എത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അധികം ആവണ്ട കേട്ടോ, കുറച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ
റസ്ക് ഒന്ന് കോഫിയിലൊന്ന് നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ റസ്ക് വെച്ച് കൊടുക്കണം. ഇനി ബാക്കി ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ക്രീം ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലൊന്ന് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്രോസിൽ വെക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഒരു അരിപ്പയിൽ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് തട്ടി കൊടുക്കുക. അതിന് മുകളിലോട്ട് കംപ്ലീറ്റ് പുഡിങ് ആക്കിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്താൽ നല്ല നീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുത്താൽ ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്രീം ചീസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ റസ്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് കഴിക്കുമ്പോഴൊന്നും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.